ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ മുസ്നദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇമാം ദഹബി തങ്ങൾ പറയുന്നുണ്ട്, രണ്ട് മഹാന്മാർ ഹദ്ദസനി ഇബ്നു അബീ ദിഇബിൻ അനിൽ മഖ്ബുരി അൻ അബീ ശുറൈഹിൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. ഇമാം ഷാഫിഈ തങ്ങൾ ഹദീസ് ഉദ്ധരിച്ചവരാണ്. ഇമാം ഷാഫിഈ തങ്ങൾ മുഹദ്ദിസായിരുന്നു. വകാന ഹുജ്ജതൻ ഫിൽ ലുഗ, ലുഗത്തിലെ ഹുജ്ജത്തുമാണ്. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് അറിയാമല്ലോ. ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ഷാഫിഈ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖുതില ലഹു ഖതീലുൻ ഫഹുവ ബിഖൈരിൻ നദറൈൻ ഇന്ന ഹബ്ബ അഖദൽ അഖൽ വ ഇന്ന ഹബ്ബ ഫലഹുൽ ഖിവദ്. ഒരാളുടെ ബന്ധുവിനെയോ വറസത്തിൽപ്പെട്ട ആരെയോ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ, ലാ സമഹല്ലാഹ്, കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുകയാണ്, ഒരു കൊലപാതകത്തിലൂടെ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് രണ്ട് ചോയ്സ് ഉണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ ഖിസാസ് വേണമെന്ന് പറയാം, കൊല ചെയ്ത ആളെ തിരിച്ചു കൊല്ലപ്പെടണമെന്ന് പറയാം. അതല്ലെങ്കിൽ ബ്ലഡ് മണി വേണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം, പ്രായശ്ചിത്തം വേണമെന്ന് പറയാം. അതല്ലെങ്കിൽ അവർക്ക് വെറുതെ വിട്ടുകൊടുക്കാം എന്ന ആ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ റാവി പറയാണ്, ഞാൻ ഇബ്നു അബീ ദിഇബിനോട് പറഞ്ഞു. അല്ലാമൽ മഖ്ബുരി തങ്ങൾ പറയാണ്, അവരാണ് ഹദീസിന്റെ റാവി. ഞാൻ ഇബ്നു അബീ ദിഇബ് എന്നവരോട് പറഞ്ഞു, അതഖുദു ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊറ്റ ചോദ്യം വെറുതെ ചോദിച്ചതായിരുന്നു. ഫസാഹ ഫീ ضرب صدري وصاح في وجهي ونال مني كثيرا. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് സ്വഹീഹായ ഒരു ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്തേക്ക് ആക്രോശിക്കുകയായിരുന്നു അല്ലാമ ഇബ്നു അബീ ദിഇബ് എന്നവരെ. എൻ്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തൊരു മനുഷ്യനാണ്, എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു, എന്നോട് ബഹളം വെച്ചു. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയുമ്പോൾ അതഖുദു ബിഹി, നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് ചോദിക്കാൻ എവിടുന്ന് നിനക്ക് ധൈര്യം വന്നു? നഅം, ഞാനത് സ്വീകരിക്കുന്നു. വദാലികൽ ഫർദു അലയ്യ, അതെൻ്റെ ബാധ്യതയാണ്, ഫർദാണ്. വഅലാ കുല്ലി മൻ സമിഅ, ഹദീസ് കേൾക്കുന്ന ഓരോ മുസ്ലിമും പുണ്യനബി തങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബൗണ്ടറിയാണ്, അവിടെ നിൽക്കണം. കാന വഖാഫൻ ഇൻദ ഹുദൂദില്ലാഹ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമായിരുന്നു. നല്ല ദേഷ്യമുള്ള ആളായിരുന്നു. പക്ഷേ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമർ എന്നവർ അനങ്ങൂല റളിയല്ലാഹു അൻഹു.